പേടിക്കണ്ട കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാ മോളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. കരയരുത്. ഇവരാരാ? ഞാൻ ജയരാമൻ കൊന്നുകളഞ്ഞ മായമ്മയുടെ ഒരേ ഒരു ചേച്ചിയാ, മന്ദാകിനി. മരിച്ച മായമ്മയുടെ ആത്മാവിനെങ്കിലും നീതി കിട്ടണം. നീതി കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. മോള് സ്കൂള് വിട്ട് വന്നത് മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പറയൂ. പറഞ്ഞ മോളെ. എന്നെ ചിലർ ഒരു ട്രസ്റ്റിലേക്കാ കൊണ്ടുപോയത്. അമ്മ ചെമ്പകമംഗലത്തെ ജയറാമനോടൊപ്പം അങ്ങോട്ട് വരുമെന്ന് കൊണ്ടുപോയവർ പറഞ്ഞു. കരയാതെ മോളെ, ബാക്കിയൂടി പറയൂ. ഞാൻ പറയാം. കുട്ടി പറയട്ടെ. പറയൂ മോളെ. ജയറാമംഗളും അമ്മയും വരാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോ എന്റെ അമ്മ എന്റെ അമ്മ മുറ്റത്ത് മരിച്ചു കിടക്കുന്നു. മോളുടെ കരച്ചിലേട്ടാ ഞാൻ ഓടിച്ചെന്നത്. അപ്പന്റെ കുഞ്ഞ് ഈ വാച്ച് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഇത് ജയരാമന്റെ വാച്ച. ഇനിയിപ്പോ ജയരാമനാണ് മായമയെ കൊന്നതെന്നതിന് മറ്റൊരു തെളിവ് വേണോ? ജയരാമ മായമയെ കാറിൽ നിന്ന് ഇറക്കി വിട്ട് തിരികെ പോകുന്നതിന്റെ വീഡിയോ പോലീസിന് നേരത്തെ കിട്ടിയതല്ലേ? അത് മാത്രമല്ല, എന്റെ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് ജയരാമ മായമയെ കാറിൽ കയറ്റിക്കൊണ്ടു പോയതിന് ഞാനും പോലീസുകാരും വിറ്റ്നസ് ആണ്. CCTV ഫൂട്ടേജും ഉണ്ട്. ഇത് ജയരാമൻ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണ്. കുട്ടിയെ ഇവരെയും പറഞ്ഞു വിട്ടേക്ക്. നിങ്ങൾ വെക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. മോളെ, നിങ്ങൾക്കെതിരായ എവിഡൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് വളരെ വേഗം സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഒരു സത്യവും പറഞ്ഞില്ല. പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. കാർത്തി. നോ, ഐ എം കാർത്തിക്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ചെമ്പകമംഗലം വീട്ടിൽ വെച്ച് നിങ്ങൾ മരിച്ച മായമയുമായി സംസാരിക്കാറുണ്ടായിരുന്നോ? അവരവിടുത്തെ ജോലിക്കാരിയല്ലേ? അങ്ങനെ അവർക്ക് നിങ്ങൾ പണം കൊടുക്കാറുണ്ടായിരുന്നോ? ശരിയാ. ദാനം കൊടുക്കുന്നത് വിളിച്ചു പറയരുതെന്ന മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോ അത് പറഞ്ഞേ പറ്റൂ. അവരുടെ മോൾക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്നു. പിന്നെ ഞാൻ അവരോട് കുറച്ച് സഹതാപം കാണിച്ചിരുന്നു. അത് 100% സത്യമാണ് സർ. നിങ്ങൾക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകുകയാണ് മിസ്റ്റർ ജയറാം. കാരണം നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു തെളിവും നിങ്ങളുടെ പക്കലില്ല. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിന് മായമ്മയെ കൊന്നു? സർ, DGP അദ്ദേഹം വിളിക്കുന്നു. ഇതില് താൻ പെട്ടടോ ജയരാമ. ഒരു പാവപ്പെട്ട സ്ത്രീയോട് അനുകമ്പ കാണിച്ചതിന് അവിഹിതം കണ്ടെത്തുന്നോടി. നീയൊക്കെ എന്ത് കീടജന്മോ?
മറ്റുള്ളവരുടെ കണ്ണിലെയും ഒറ്റുസൂചി തിരഞ്ഞെടുക്കുന്ന നീയൊക്കെ അവനവന്റെ കണ്ണിലെ കോടാലി കാണുന്നില്ല. അവക്ക് സംശയം തോന്നിയത്രേ. ഞാൻ കണ്ടത് പറഞ്ഞെന്ന് മാത്രം. മിണ്ടരുത്. അസ്ഥാനത്ത് കയറുന്നതിന്റെ അശുദ്ധി നിറഞ്ഞ വായ തുറക്കരുത്. ഈ ഇരിക്കുന്നവർ ജയറാമിന്റെ ആരാന്നറിയാമോ? ഞാൻ അവന്റെ അച്ഛനാ. ഈ ഇരിക്കുന്നവൾ അവനെ നൊന്തു പ്രസവിച്ച അവന്റെ അമ്മയാ. ഈ ഹൃദയം തകർന്നു നിൽക്കുന്നവർ ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയറാമന്റെ ഭാര്യയും മകളുമാ. അവരുടെ നെഞ്ചിലെ നെരിപ്പുകളിലേക്ക് പിന്നെയും തീക്കനയിൽ വാരി വിതറരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. കരയാതെ രാജലക്ഷ്മി, നമ്മുടെ മകൻ തെറ്റ് ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള കാലത്തോളം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാലം സാക്ഷിയത എല്ലാത്തിനും. അവനൊന്നും വരില്ല. അവനൊരു പോറൽ പോലും വേക്കാ തിരിച്ചു വരും. എന്നാലും എന്റെ കുഞ്ഞിന് ജീവിതത്തില് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ലല്ലോ കൈമളേട്ട. എന്റെ ഭഗവാനെ, 3 നേരം നിന്നെ ഭജിക്കുന്നവളല്ലേ ഞാൻ. എന്റെ പൊന്നു കുഞ്ഞിനെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നെ?